ഒരു ദിവസം കാട് ചുറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞ് മൈന ഗോൾഡിയോടൊപ്പം പോയി. രണ്ടുപേരും പറന്ന് ഒരു നദിയുടെ അടുത്തേക്ക് പോയി. അവിടെ പോയി നോക്കിയപ്പോൾ ഒരു കാക്ക ചേറിലകപ്പെട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടേയിരുന്നു. പാവം, അതിന് വെളിയിൽ വരാനേ സാധിച്ചില്ല. എന്തുകൊണ്ടെന്നാൽ അതിന്റെ മുകളിൽ ഒരുപാട് വിറകുകളും വീണിരുന്നു. അയ്യോ കാക്കച്ചേട്ടാ, നിങ്ങൾ എങ്ങനെ ഇവിടെ അകപ്പെട്ടു? കുറച്ചു നേരം മുൻപ് ഞാൻ ഇതുവഴി വന്നതാണ്. അപ്പോൾ നല്ലൊരു കാറ്റ് വീശി. ആ കാറ്റിൽ ഞാൻ ഇവിടെ വന്ന് അകപ്പെട്ടു. വെളിയിൽ വരാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു. എന്നാൽ ഈ മുള്ളും വിറകും എന്നെ അനുവദിക്കുന്നില്ല. പേടിക്കണ്ട, ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് താങ്കളെ രക്ഷപ്പെടുത്താം. ഈ വിറക് കഷ്ണമെല്ലാം എടുത്ത് മാറ്റിത്തരാം. നൈന, നിനക്കെന്താ കണ്ണു കാണില്ലേ? അവിടെ എത്രത്തോളം മുള്ളുണ്ട്. ഇവനെ രക്ഷിക്കാൻ പോയാൽ നമുക്കും ചിലപ്പോൾ പരിക്കേൽക്കും. എനിക്ക് ഈ പണിയൊന്നും ചെയ്യാൻ വയ്യ. നീ വേണമെങ്കിൽ ചെയ്തു കൊടുത്തോ. അങ്ങനെ പറഞ്ഞ് ഗോൾഡി അവിടെ നിന്നും പറന്നുപോയി. എന്നാൽ മൈന അവനെ രക്ഷിക്കാൻ തുടങ്ങി. അതിന്റെ ചുണ്ടുകൊണ്ട് ഓരോ വിറകുകളായി എടുത്ത് മറ്റൊരു വശത്ത് അത് കളഞ്ഞിട്ട് തിരിച്ചു വരും. ഇതുപോലെ അതവിടെ ചെയ്തുകൊണ്ടേയിരുന്നു. ആ വിറകുകളെല്ലാം മാറ്റാൻ ഒരുപാട് സമയവുമായി. എന്നിട്ടും മുഖം ചൊളിക്കാതെ അതെല്ലാം ചെയ്തു. അതുമാത്രമല്ലാതെ അതിന്റെ മുഖത്തിലും ചിറകിലും ആ ചേറ് പറ്റിയിരുന്നു. കാക്കച്ചേട്ടാ, ഒന്ന് വെളിയിലേക്ക് വരാൻ ശ്രമിക്കാമോ? അത് പറയുന്നത് കേട്ട് കാക്ക വെളിയിലേക്ക് വരാൻ ശ്രമിച്ചു. അത് എങ്ങനെയോ വെളിയിൽ വന്നു. അത് കണ്ട് മൈനയ്ക്ക് ഒരുപാട് സന്തോഷമായി. അപ്പോൾ കാക്കയും ഒരുപാട് സന്തോഷിച്ചു. നൈന, എന്നെ രക്ഷിക്കാൻ നീ എത്രത്തോളം ശ്രമിച്ചു. ഇത് കാരണം നിന്റെ ചുണ്ടിനും പരിക്കേറ്റു. എന്നിട്ടും നീ എന്നെ രക്ഷിച്ചു. നിനക്ക് ഒരുപാട് നന്ദി. ഒരു കുഴപ്പവുമില്ല ചേട്ടാ. വരൂ, നമുക്ക് പോയി ചേരെല്ലാം കഴുകിക്കളയാം. അതിന്റെ ഒരാവശ്യവുമില്ല. നീ എന്റെ കൂടെ വാ. അങ്ങനെ പറഞ്ഞ് കാക്കയോടൊപ്പം മൈനയും പോയി. അത് ഒരു ഗുഹയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ ഗുഹയിലുണ്ടായിരുന്ന മാന്ത്രിക വടിയെടുത്ത് അത് മായാജാലം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെയ്തതും എന്തു സംഭവിച്ചെന്നാൽ അതിന്റെ ചിറകിലുള്ള ചേറെല്ലാം പോയി. എന്നിട്ട് കാക്കയുടെ ദേഹത്ത് മായാജാലം ചെയ്ത ഉടനെ അതിന്റെ ദേഹത്തുള്ള ചേറും മാഞ്ഞുപോയി. ചേട്ടാ, ഇതെന്തു മായാജാലമാണ്? ഇത് എന്റെ മാന്ത്രിക വടിയാണ്. നീ എന്റെ ജീവൻ രക്ഷിച്ചില്ലേ? അതുകൊണ്ട് ഞാൻ നിന്നെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നെ രക്ഷിക്കാൻ വന്ന് നിന്റെ ചുണ്ടും ശരീരവും എല്ലാം അഴുക്കായില്ലേ? ഇപ്പോൾ നിന്റെ ചുണ്ട് ഞാൻ മാന്ത്രിക ചുണ്ടാക്കി മാറ്റാൻ പോകുന്നു. അങ്ങനെ പറഞ്ഞ് ഒരു തവണ കൂടി ആ മാന്ത്രിക വടിയെടുത്ത് മായാജാലം ചെയ്തു. അങ്ങനെ ചെയ്ത ഉടനെ അതിന്റെ ചുണ്ട് സ്വർണ്ണ ചുണ്ടായും മാറി. ഇപ്പോൾ ഈ മാന്ത്രിക ചുണ്ട് മറ്റു പക്ഷികളെയെല്ലാം സഹായിക്കാൻ ഇത് ഉപകാരപ്പെടും. ഈ ചുണ്ട് കൊണ്ട് നീ ഏതൊക്കെ പക്ഷിയെ തൊടുന്നോ അതിനെന്തെങ്കിലും മുറിവും വേദനയും ഉണ്ടെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് തന്നെ അത് ശരിയാകും. ഒരുപാട് നന്ദി ചേട്ടാ. ഒരുപക്ഷെ ഇതുകൊണ്ട് എനിക്ക് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ഈ കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളെയും സഹായിക്കും. അങ്ങനെ പറഞ്ഞ് മൈന അവിടെ നിന്നും പോയി. അത് പറന്ന് കൂട്ടിലേക്കും പോയി. അടുത്ത ദിവസം രാവിലെ ആരോ കരയുന്ന ശബ്ദം അത് കേട്ടു. ആ ശബ്ദം അടുത്തുള്ള കൂട്ടിൽ നിന്നുമാണ് വന്നത്. ആ ശബ്ദം കേട്ടതും മൈന ആ കൂട്ടിന്റെ അടുത്തേക്ക് പോയി. അവിടെ പോയി നോക്കിയപ്പോൾ ഒരു കുഞ്ഞു പക്ഷിയുടെ ചിറകിൽ പരിക്കേറ്റിരുന്നു. ആ പരുക്ക് കൊണ്ട് അത് കരഞ്ഞുകൊണ്ടിരുന്നു. അത് കണ്ട് അതിന്റെ അമ്മയും ഒരുപാട് വിഷമിച്ചിരുന്നു. മോളെ, നീ കുറച്ച് വേദന സഹിക്ക്. ഇവിടെ ഒരു കറുപ്പ് മലയുണ്ട്. നിനക്ക് വേണ്ടി ഞാൻ അവിടെ പോയി പൂക്കൾ കൊണ്ടുവരാം. അത് തേച്ചാൽ നിന്റെ ഈ മുറിവുകളെല്ലാം മാറും. എന്നാൽ ഈ കറുപ്പുമല വളരെ ദൂരത്തിലല്ലേ? അവിടെ പോയി വരുന്നത് വരെ എങ്ങനെ സഹിക്കും? മൈന, എന്തു ചെയ്യാനാണ്? വേറെ ഒരു വഴിയുമില്ല. ഞാൻ ഇപ്പോൾ തന്നെ പോകാം. ഒരു തവണ ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. അങ്ങനെ പറഞ്ഞ് മൈന അതിന്റെ ചുണ്ടുകൊണ്ട് കുഞ്ഞിന്റെ ചിറകിൽ തൊട്ടു. അങ്ങനെ ചെയ്തതും ആ മുറിവും മാഞ്ഞുപോയി. ആ വേദന പോയതും അത് സന്തോഷത്തോടെ ചിറകടിക്കാൻ തുടങ്ങി. ഹായ് അമ്മേ, എന്റെ മുറിവെല്ലാം മാഞ്ഞുപോയമ്മേ. എനിക്കിപ്പോൾ ഒരു വേദനയുമില്ലമ്മേ. മൈന, ഒരുപാട് നന്ദി. നീ ഇല്ലെങ്കിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടേനെ. ഈ കാട്ടിലെ പക്ഷികളിൽ നീയാണ് നല്ലവൾ. വിഷമിക്കണ്ട. വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറയണേ.
അങ്ങനെ പറഞ്ഞ് മൈന അവിടെ നിന്നും പറഞ്ഞ് അതിന്റെ കൂട്ടിലേക്ക് പോയി. വൈകുന്നേരമായപ്പോൾ ഒരു തത്തയും അവിടേക്ക് വന്നു. മൈന, നിന്റെ മാന്ത്രിക ചുണ്ടുകൊണ്ട് നീ എല്ലാം ശരിയാക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ശരി, ഞാൻ വന്ന് ശ്രമിച്ചു നോക്കാം. മുറിവ് പറ്റിയത് ആർക്കാ? ശരി, എന്റെ കൂടെ വാ. അങ്ങനെ പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്നും പോയി. അവിടെ തത്തയുടെ ചേട്ടന്റെ കാലിൽ പരിക്കേറ്റിരുന്നു. അത് വേദന കൊണ്ട് വലഞ്ഞിരുന്നു. ഇപ്പോൾ തന്നെ അത് ശരിയാക്കാൻ ഞാൻ ശ്രമിക്കാം. അങ്ങനെ പറഞ്ഞ് മൈന അതിന്റെ ചുണ്ടുകൊണ്ട് അതിന്റെ കാലിൽ തൊട്ടു. ഉടനെ മുറിവും മാഞ്ഞുപോയി. ആ തത്തയും എഴുന്നേറ്റ് നിന്നു. ശേഷം രണ്ടുപേരും ചേർന്ന് നന്ദിയും പറഞ്ഞു. അതിനുശേഷം ഒരുപാട് സന്തോഷത്തോടെ അവിടെ നിന്നും അതിന്റെ കൂട്ടിലേക്ക് പോയി. അങ്ങനെ ഈ കാര്യം കാട്ടിലെല്ലാവരും അറിഞ്ഞു. അവസാനം ഗോൾഡിയുടെ ചെവിയിലും ഈ കാര്യം എത്തി. മാന്ത്രിക ചുണ്ടോ? എന്താ ഇത്? അങ്ങനെ ആയിരുന്നാൽ പോലും ബാക്കി പക്ഷികളിൽ നിന്നും ഒന്നും വാങ്ങാതെ ഇവൾ എന്തിനാ ശരിയാക്കുന്നത്? ഞാൻ ഇപ്പോൾ തന്നെ പോയി ആ ചുണ്ട് വെട്ടിയിട്ട് വരാം. അങ്ങനെ ചിന്തിച്ച് അതിന്റെ കൂട്ടിലുണ്ടായിരുന്ന ഒരു കത്തിയും എടുത്ത് അതിന്റെ കാലിന്റെ വിരലിന്റെ നടുക്ക് വെച്ച് അവിടെ നിന്നും പറന്ന് മൈനയുടെ കൂട്ടിലേക്ക് പോയി. അതിന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി കണ്ട് മൈനയും പേടിച്ചു. ഗോൾഡി, എന്താ നീ കത്തിയുമായൊക്കെ? എല്ലാവരെയും ഫ്രീ ആയി ശരിയാക്കിയത് മതി. ഈ ചുണ്ട് ഇനി എന്റെ സ്വന്തമാണ്. ആരെങ്കിലും ഭേദപ്പെടുത്തണമെങ്കിൽ അവരിൽ നിന്നും എന്തെങ്കിലും വാങ്ങിച്ചേ ഞാൻ ചെയ്യൂ. അങ്ങനെ പറഞ്ഞ് മൈനയുടെ ചുണ്ട് അത് മുറിച്ചെടുത്തു. മൈന വേദനയാൽ പിടയാനും തുടങ്ങി. മേനയെ കാണാൻ വൃത്തികേടായി മാറി. അത് മറ്റൊന്നും ശ്രദ്ധിക്കാതെ ആ ചുണ്ട് കാലുകൾ കൊണ്ടെടുത്ത് അവിടെ നിന്നും അത് പറന്ന് അതിന്റെ കൂട്ടിലേക്കും പോയി. അതിന്റെ കൂട്ടിലേക്ക് പോയി നോക്കിയപ്പോൾ അവിടെ അതിനുവേണ്ടി കാക്ക അവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. നീ നേനയുടെ ചുണ്ട് മുറിച്ചോ? അവളെ നീ ഉപദ്രവിച്ചു. കാക്ക ചേട്ടാ, ദയവ് ചെയ്ത് ഈ ചുണ്ട് നിങ്ങൾ എനിക്ക് തരൂ. അവളുടെ സ്ഥാനത്ത് ഞാൻ പോയി എല്ലാവരെയും ഫ്രീ ആയി ചികിത്സിക്കാം. എനിക്കറിയാം, മറ്റുള്ളവരെ നീ ഒരിക്കലും പരിഗണിക്കുകയില്ലെന്ന്. അങ്ങനെ പറഞ്ഞ് ആ മാന്ത്രിക വടിയെടുത്ത് മായാജാലം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തന്നെ അതിന്റെ ചുണ്ട് കല്ലുപോലെ മാറിപ്പോകുന്നു. അതിന്റെ ചുണ്ടിന് നല്ല ഭാരവും വന്നു. അത് വേദന കൊണ്ട് കരയാനും തുടങ്ങി. ശേഷം കാക്ക മൈനയുടെ കൂട്ടിൽ പോയി മൈനയെ നോക്കി അത് ഇങ്ങനെ പറഞ്ഞു. നേന, നീ കരയരുത്. ഞാൻ ഇപ്പോൾ തന്നെ നിന്നെ ഭേദപ്പെടുത്താം. അങ്ങനെ പറഞ്ഞ് മൈനയുടെ ചുണ്ടിൽ മായാജാലം ചെയ്തു. ഇപ്പോൾ അതിന്റെ ചുണ്ട് വീണ്ടും ശരിയായി. അത് കണ്ട മൈനയും സന്തോഷത്തോടെ പറക്കാൻ തുടങ്ങി. അപ്പോൾ കാക്കയും അതിന്റെ വീട്ടിലേക്ക് പോയി. എന്നാൽ മൈനയുടെ മനസ്സ് നല്ല മനസ്സായിരുന്നു. അവിടെ നിന്നും ഗോൾഡിയുടെ കൂട്ടിലേക്ക് പോയി അവൾ ഗോൾഡിയുടെ വായും ശരിയാക്കി കൊടുത്തു. ഇത് കണ്ട എല്ലാ പക്ഷികളും അതിനെ ഒരുപാട് പുകഴ്ത്താനും തുടങ്ങി. ഗോൾഡിയും അതിനോട് ക്ഷമ ചോദിച്ചു. അതിനുശേഷം മൈന സന്തോഷത്തോടെ അതിന്റെ കൂട്ടിലേക്ക് അവിടെ നിന്നും പറന്നുപോയി.